ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പരിപ്പും തക്കാളിയും വെച്ചുള്ള കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 100 ഗ്രാം പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മീഡിയം സൈസ് തക്കാളി വലുതാണെങ്കിൽ 2 മതി. ഈ പരിപ്പ് ഞാൻ കഴുകി കുക്കറിൽ ഇട്ട് ഒരു വിസിലാക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 15ഓളം ചുവന്നുള്ളിയാണ്. ചെറിയ ചുവന്നുള്ളി എടുക്കുക, വലുതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത്. പിന്നെ അതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് കുരുമുളക് ചതച്ചതാണ്. അത്ര തന്നെ ചെറിയ ജീരകം ചതച്ചെടുക്കാം. ഒരു 2 പച്ചമുളക് കീറിയതെടുക്കാം. അപ്പോൾ ഞാനത് പരിപ്പ് ഒരു വിസിലടിച്ചാണ് കുക്കറിൽ ഈ കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് പരിപ്പ് അധികം വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തരിയായിട്ട് കിടന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ആ തക്കാളി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് ചതച്ചതും ജീരകം ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, ഞാനത് തുറന്ന് നോക്കുന്നുണ്ട്. ഈ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ചുവന്നുള്ളിയെല്ലാം പെട്ടെന്ന് വേവും. ഇപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, പരിപ്പ് അധികമായിട്ട് വെന്ത് പോയിട്ടില്ല. ഇതേ കണ്ടീഷനിൽ കിട്ടണം. ഇനി നമ്മൾക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റായി. ഇപ്പം ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ചതച്ച കുരുമുളകൊക്കെ ഒന്ന് ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ ഉപ്പ് പോരാകേണ്ടായിരുന്നു, അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദോശ, ചപ്പാത്തി, ഇഡ്ഡലി, ചോറ് എല്ലാറ്റിനും ഇത് നന്നായിട്ട് ചേരും. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായിട്ട് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടതൊരു വറവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതൊരു 5-6 വെള്ളുള്ളി ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. കാരണം വെള്ളുള്ളി ചതച്ച് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മണം കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റായി. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു അല്പം മുളക് പൊടി കൂടി ചേർത്ത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ലൊരു രുചിയും മണമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ച് പരിപ്പും തക്കാളിയും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്നത് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ സൂപ്പറായില്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.